ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഞാനും റിജിൻ സാറും ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഗ്രേറ്റ് സർപ്രൈസ് തരാനായിട്ടാണ്. സാർ, എന്താണ് നമ്മുടെ ആ ഒരു കാൻഡിഡേറ്റ്സിനായിട്ട്, നമ്മുടെ ആസ്പിറൻസിനായിട്ട്, സബ്സ്ക്രൈബേഴ്സിനായിട്ടുള്ള ഒരു ഗ്രേറ്റ് സർപ്രൈസ്? ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന വർഷം 2025 പുതിയൊരു വർഷം വരാൻ പോകാം. ഇപ്പോൾ ഈ ഒരു വർഷത്തിനകത്ത് നമുക്ക് ഒരുപാട് എക്സാംസും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഡിസംബർ 17, 18, 19 ഈ ഒരു 3 ദിവസം, ഇപ്പോൾ ഒരു ദിവസമല്ല 2 ദിവസമല്ല 3 ദിവസം നമ്മൾ ഒരു വളരെ വലിയൊരു ഗ്രേറ്റ് വർക്ക്ഷോപ്പുമായിട്ടാണ് വരുന്നത്. ഈ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ വരാതിരിക്കുന്ന എക്സാംസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാരും പ്രിപ്പയർ ചെയ്യുന്ന ബാങ്ക്, SSC, റെയിൽവേ എക്സാംസ്. റെയിൽവേ നമുക്ക് ഇനി എല്ലാ വർഷവും കണ്ടക്ട് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സാംസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതൊരു പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ട് മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് നമ്മുടെ എൻട്രി സെൻട്രൽ ഗവൺമെന്റിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇതൊരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആണ് ആൻഡ് ഇതൊരു ഹ്യൂജ് സക്സസ് തന്നെ ആയിരിക്കും. മാത്രമല്ല, ഇത് നിങ്ങളൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്താ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. ഡേറ്റ് മനസ്സിൽ ഓർത്ത് വയ്ക്കുക, ഡിസംബർ 17, 18 ആൻഡ് 19. നമ്മളങ്ങനെ വർക്ക്ഷോപ്സ് ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എൻട്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നതായിട്ട്. സോ നമുക്ക് വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ മെയിൻലി നമുക്കൊരു 3 day വർക്ക്ഷോപ്പാണ് വരുന്നത്. സാർ പറഞ്ഞതുപോലെ 17, 18, 19 ഈ 3 ദിവസമായിരിക്കും നമ്മുടെ വർക്ക്ഷോപ്പ് കണ്ടക്റ്റഡ് ആകുക. ഇതൊരു 3 day വർക്ക്ഷോപ്പാണ്. അതിൽ ഒരു ദിവസം എക്സ്ക്ലൂസീവ്ലി ഫോർ ബാങ്ക് ആയിരിക്കും, 1 day ഫോർ SSC ആൻഡ് ഒരു ദിവസം റെയിൽവേ എക്സാമിനേഷൻസിനായിട്ടായിരിക്കും. ഒരു ദിവസം എന്ന് പറയുന്നത് 3 പാർട്ടുകളായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. നമ്മുടെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വർക്ക്ഷോപ്പ് ലീഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിൽ ഒരാൾ ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്, റിജിൻ സാർ ഉണ്ട്. സോ റിജിൻ സാർ ഉണ്ടാവും. സാർ, വേറെ ആരൊക്കെയാണുള്ളത്? നമ്മുടെ കൂടെ ശില്പ മിസ് ഉണ്ടായിരിക്കും, അതുപോലെ ശ്യാം സാർ ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ ഈ ഒരു 3 daysന്റെ ഇടയ്ക്ക്. ഓക്കെ, ഇവരെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫീൽഡിൽ 8+ years ഓഫ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ തന്നെ, അതും ടീച്ചിങ്ങിലുള്ളതാണ്. പല ഫാക്കൽറ്റീസും എക്സാമിനേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളവരാണ്. സോ അവർക്കറിയാം എക്സാക്റ്റ് എന്ത് സ്ട്രാറ്റജിയാണ്, ഏത് സ്റ്റഡി പ്ലാനിൽ പഠിച്ച, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞു തരാത്തതായിട്ടുള്ള കുറേ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. ഒരു 3 day എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അത്രത്തോളം കാര്യങ്ങളുണ്ട്. അതിൽ 3 daysലെ ഓരോ ദിവസത്തിനെയും നമ്മൾ എക്സ്ക്ലൂസീവ്ലി 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ പാർട്ട് 1 എന്തൊക്കെയാണ് സാർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ഫാക്കൽറ്റീസ്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വരുന്ന എക്സാംസിനെ കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കണം, എക്സാം എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ ഇപ്പോൾ ഇത്രയും നേരത്തെ അറിഞ്ഞുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ എക്സാംസ് ഒക്കെ വരാൻ ഇനിയും സമയമുണ്ട്. നമ്മുടെ SSCയുടെ കലണ്ടർ വരാൻ പോവാ, റെയിൽവേയുടെ കലണ്ടർ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ഏതൊക്കെ എക്സാം വരുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഡേറ്റ്സ് വന്നാൽ മതി. ബാങ്കിന്റെ കലണ്ടർ നമുക്കറിയാം, എല്ലാ ജനുവരി, ഫെബ്രുവരി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു എക്സാംസ് ഒക്കെ വരുമ്പോൾ ഏതൊക്കെ എക്സാംസ് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പോകുന്നത്, ഏതൊക്കെ വിളിക്കും, എപ്പം വിളിക്കും, നമ്മൾ ഇത്രയും നേരത്തെ ചെയ്തു തുടങ്ങാൻ വേറൊരു അഡ്വാൻറ്റേജും ഉണ്ട്. നമുക്ക് ഒരു എക്സാമിന്റെ കൂടെ വേറെ ഏതെങ്കിലും എക്സാംസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും. എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്കത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ആ ഒരു എക്സാംസിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുക, ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളത്, SSC, ബാങ്ക്, റെയിൽവേ എക്സാംസിൽ ഏതൊക്കെ ഉണ്ട്, അത് എപ്പം വിളിക്കും, എത്രത്തോളം വേക്കൻസി ഉണ്ട്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കൂടാതെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ജോബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്, നമ്മുടെ കരിയറിൽ എന്തൊക്കെ ഗ്രോത്ത് ഉണ്ട്, എന്തൊക്കെ സ്കോപ്സ് ആണ് വരുന്നത്, അതുപോലെ എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഈ ഒരു പ്രൊഫൈലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇപ്പോൾ ഫീൽഡ് വർക്ക് ആയിരിക്കുമോ, അത് ഓഫീസ് വർക്ക് ആയിരിക്കും, അത് എത്ര പവർഫുൾ ആയിട്ടുള്ള സോഷ്യലി എത്രത്തോളം ഇൻക്ലൂഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേ എക്സ്ക്ലൂസീവ്ലി ഫോർ ഓരോ എക്സാം ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിങ്ങിനായിട്ട് ഇപ്പോൾ നമ്മളൊരു ഫുൾ ഡേ, അത് ഡിസംബർ 17 എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ബാങ്കിൻ്റെ ഒരു പോസ്റ്റ്, ഇപ്പോൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ആദ്യത്തെ കാര്യം വൈ ദീസ് എക്സാംസ്, ഇപ്പോൾ എന്തുകൊണ്ട് ബാങ്ക് എക്സാംസ് എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യും. അതിൽ തന്നെ ഓരോ ബാങ്ക് എക്സാംസിൽ വരുന്ന പോസ്റ്റ്, ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് സെപ്പറേറ്റ്ലി എടുത്തിട്ട് ക്ലറിക്കൽ പോസ്റ്റിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തോരമാണ്, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്തോരമാണ്, അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കരിയറിനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അത് ക്ലറിക്കൽ പോസ്റ്റ്. ഇതുപോലെ PO പോസ്റ്റ്, അതുപോലെ SSCയുടെ ദിവസം എടുക്കുകയാണെങ്കിൽ ഭയങ്കര വാസ്റ്റ് ആയിരിക്കും. ഓരോ പോസ്റ്റിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇഷ്ടംപോലെ പോസ്റ്റുകളാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനുള്ളത്. CGL നോക്കുവാണെങ്കിൽ തന്നെ 10-22 പോസ്റ്റുകളുണ്ട്. അത് പല എക്സാമിനേഷൻസിലും ഡിഫറെൻറ്റ് പോസ്റ്റുകളാണ്. ഓരോ പോസ്റ്റിനെ ഡീപ്പായിട്ട് അറിയാനും നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം എന്നൊരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് വേറെ പാർട്ട് 1 ഡിസ്കഷനിൽ വരുന്നതാണ് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യം.
അപ്പോൾ ഹൗ ടു അപ്ലൈ ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതറിയണമെങ്കിൽ ആദ്യമേ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻസും അറിയണം. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്താണ് ഈ ഒരു കരിയറിലേക്ക് എത്താനുള്ള റൂട്ട് മാപ്പ്, ഓക്കെ, ലൈക്ക് എത്ര ഫേസ് ഉണ്ട്, എന്താണ് പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറ്. ശരിക്കും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാം കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ 3 day വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഫ്രഷ് ഔട്ട് ആയിട്ട് അല്ലേ പഠിച്ചിറങ്ങാൻ പോകുന്നത്. അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പം നമ്മൾ ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ അത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര കോംപ്ലെക്സ് ആയി പോകും. ഒരുപാട് ഡീറ്റെയിൽസ് പെട്ടെന്ന് വരും. അത് നിങ്ങൾക്ക് എത്രത്തോളം അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓഫ് കോഴ്സ് അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ, അല്ലെങ്കിൽ അടുത്തൊരു കാര്യം യൂട്യൂബാണ്. യൂട്യൂബിൽ തന്നെ ഒരു എക്സാമിനെ പറ്റി ഇപ്പോൾ കൊടുത്തു. ഒരു 10-60 വീഡിയോസ് നിങ്ങൾ കണ്ടു തീർക്കേണ്ടി വരും. അതിൻ്റെ എക്സാം പാറ്റേൺ, സിലബസ്, ഒരു പോസ്റ്റിൽ കിട്ടുന്ന സാലറി, ജോബ് റോൾ, ഇതെല്ലാം കണ്ടാൽ പോലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് മിസ്സിങ്ങും ആയി പോകാറുണ്ട്. അത് പിന്നെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാകുമ്പോൾ സെർച്ച് ചെയ്യാൻ പോകും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു 3 day വർക്ക്ഷോപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ചിട്ട് മാക്സിമം കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഒരിക്കലും ഇതൊരു ഗ്രാജുവേറ്റ്സിന് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പേ അല്ല. ഇത് നമുക്കൊരു 10th കഴിഞ്ഞ് എനിക്കൊന്ന് ഏതൊരാൾക്കും ഓക്കെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ, ഈ ഒരു വർക്ക്ഷോപ്പ് കൂടി ആയിരിക്കും ഈ വരുന്ന സംഭവം. നമുക്കറിയാം 10th ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് ഉള്ളതുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ വെച്ചുള്ളതുണ്ട്. അപ്പോൾ ഇത് ഒരു 10th മുകളിലോട്ടുള്ള എല്ലാവർക്കും 10th ക്ലാസ് കഴിഞ്ഞ് ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ആളുകൾക്ക് പറ്റത്തില്ലെങ്കിലും ചിലപ്പോൾ അവിടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെ തന്നെ ചിലപ്പോൾ അത് പറ്റുന്നതായിരിക്കും. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, മേ ബി +2 പഠിക്കുന്നവരായിരിക്കാം, അവർക്കൊക്കെ തന്നെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. യെസ്. അപ്പോൾ പാർട്ട് 1 ഇത്രയധികം കാര്യങ്ങളാണ്. പാർട്ട് 1 കൂടുതലും നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ജോബ് റോളുകൾ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരിക. ഓക്കെ, സോ നമുക്ക് പാർട്ട് 2 എന്താണുള്ളതെന്നുള്ള കാര്യം നോക്കാം. പാർട്ട് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർ, പാർട്ട് 2 എന്തൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഒരു എക്സാമിനെ കുറിച്ച് വളരെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വരുന്നത് ഈ എക്സാംസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, ലൈക്ക് എൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പിന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കവിടെ എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻസ്, ലൈക്ക് ഇപ്പോൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഡേയ്സ് മാറ്റി വെക്കണം ഓരോ ടോപ്പിക്സിനൊക്കെ വേണ്ടി, എത്ര നാൾ മുമ്പേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, അത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. അതായത് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ പഠിക്കാൻ പറ്റുമോ, ക്ലാസ്സിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, അവർക്കും ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം അവരുടെയും ഒരു ഡൗട്ട് നമ്മുടെ ഇവിടെ ക്ലിയർ ചെയ്യുന്നതാണ് അല്ലേ. അതായത് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് പ്രിപ്പറേഷനിലിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരിനി എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒന്നും അറിയാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും, അവരെങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അവർ ബിഗിനേഴ്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം എത്ര മണിക്കൂർ മാറ്റി വെക്കണം. ഇതൊക്കെ ക്രൂഷ്യലായിട്ട് നിങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ തന്നെ ആയിരിക്കും പാർട്ട് 2 വരുമ്പോഴത്തേക്കും ഡിസ്കഷനായിട്ട് വരിക. പിന്നീട് നമ്മളുടെ എക്സാമിനേഷൻസിൻ്റെ സിലബസ് ആണ്. അതെ, സിലബസ് എന്ന് പറയുമ്പോഴും നമുക്ക് ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഏരിയാസ് കാണും, അതുപോലെ കോമൺ അല്ലാത്ത ഏരിയാസ് കാണും. അപ്പോൾ നമ്മൾ ഈ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് വരുന്ന സിലബസ് ഏതൊക്കെയാണ്, എന്താ സിലബസ്, അതിൽ കോമൺ വരുന്നത് എന്താ, കോമൺ വരാതെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാംസ് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു എക്സാം SSC പഠിച്ചാൽ റെയിൽവേ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും അഡീഷണൽ പഠിച്ചാൽ മതിയോ, അതോ എന്തെങ്കിലും കുറച്ച് പഠിച്ചാൽ മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എക്സാംസിന്റെ പാറ്റേണും പിന്നെ മുമ്പുള്ള വർഷങ്ങളിലെ കട്ട് ഓഫ്, ഈ ഒരു എക്സാംസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കട്ട് ഓഫ് മനസ്സിലാക്കി പഠിക്കാന്ന് വെച്ചാൽ, കട്ട് ഓഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വർഷത്തെ പ്രീവിയസ് ഇയേഴ്സ് കുറച്ചധികം വർഷത്തെ കട്ട് ഓഫ് എടുത്തിട്ട് അതിനെ ഒന്ന് പഠിച്ച് അനലൈസ് ചെയ്തിട്ട് എക്സാക്ട് ഏതൊരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് വരാം എന്ന് ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് പറയുന്ന ഒരു കട്ട് ഓഫ് അനാലിസിസ് ആയിരിക്കും. അത് നിങ്ങൾ ഉറപ്പായിട്ടും മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കട്ട് ഓഫ് എന്താണെന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട് ആ മാർക്ക് എയിം ചെയ്തിട്ട് ഈ ഒരു കട്ട് ഓഫ് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈക്ക് എന്ത് ടാർഗറ്റ് വെക്കണം, ആ ഒരു ടാർഗറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. സേഫ് സ്കോർ എത്ര വരും, എത്രയാണ്. മാത്രമല്ല, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് എത്രണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് നിങ്ങളുടെ മൈൻഡിൽ വരുന്നൊരു കാര്യമാണ്. എത്ര അറ്റൻഡ് ചെയ്യണം, അത് എങ്ങനെയാണ് മൈൻഡിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഈ കട്ട് ഓഫ് അനാലിസിസ് അറിഞ്ഞാൽ മാത്രമേ എത്രണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിൽ RRB ക്ലർക്കിൻ്റെ അല്ലെങ്കിൽ RRB POൻ്റെ 80 ചോദ്യങ്ങളിൽ ഇപ്പം സാറിനോട് എന്നോട് ചോദിച്ചാൽ ഞങ്ങൾ പറയായിരിക്കും 80 ക്വസ്റ്റ്യൻസിൽ ഏകദേശം ഒരു 60ക്കും 65നും ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. കാരണം വർഷങ്ങളായിട്ടുള്ള കട്ട് ഓഫ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും
നിൽക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ ഒരു 67 വരെയുള്ള റേഞ്ചിലായിരിക്കും. അത് അറിയെങ്കിൽ മാത്രമേ അതനുസരിച്ചിട്ട് അറ്റംപ്റ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങൾക്ക് റൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ പാർട്ട് 2 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ വർക്ക്ഷോപ്പ് നടക്കുന്ന എല്ലാ ദിവസവും ഈ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണും. അതിൽ പാർട്ട് 2 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സമയമാണ്. അവിടെയാണ് നിങ്ങളെ കറക്റ്റായിട്ട് റൂട്ട് മാപ്പ് ചെയ്യാനായിട്ട് ഫാക്കൽറ്റീസ് പോകുന്നത്. ആൻഡ് മൂവിങ് ത്രൂ ദ പാർട്ട് 3. ഇപ്പോൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം ആ ഒരു എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി, എക്സാമിന്റെ പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയാസ് എല്ലാം മനസ്സിലാക്കി. ഇനി അതിനെ കുറച്ചുകൂടി ഇൻഡെപ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓരോ എക്സാമിനും ഓരോ സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് വെയിറ്റേജ് കൂടുതൽ വരുന്നത്, ഓരോ ചാപ്റ്ററിന്റെ അകത്തും ചില ടോപ്പിക്സ് ആണ് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത്, ചിലത് കാണും വളരെ റയർ ആയിട്ട് മാത്രം ചോദിക്കുന്നത്. അങ്ങനെ ഏരിയാസ് മനസ്സിലാക്കുക. സോ സിമ്പിൾ ചില ക്വസ്റ്റ്യൻസ് ചില എന്താ പറയുക എല്ലാ പരീക്ഷകളിലും റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ സിലബസ് ആണ്. ഇപ്പം കോഡിങ് ആൻഡ് ഡീകോഡിങ് അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷെ ചോദിക്കാത്തതുമായിട്ടുള്ള ചില ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെ അധികം വലുതായിട്ട് ചോദിക്കാറില്ല, മെയിൻസ് പരീക്ഷയ്ക്ക് മാത്രമാണ് വരുന്നത്. അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ടോപ്പിക് പ്രിലിംസിന് പഠിക്കേണ്ട കാര്യമില്ല, മെയിൻസിന് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഒരുപാട് കാൻഡിഡേറ്റ്സ് അത് എന്ത് ചെയ്യും? പ്രിലിംസിലെ പഠിച്ചിട്ട് എന്താ പറയുക പാനിക് ആവാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രിലിംസിനും മെയിൻസിനും എപ്പോഴും ഒരുമിച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് ത്രൂ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അവരുടെ വെയിറ്റേജ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വെയിറ്റേജ് കൂടാതെ തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് ആണ്. ക്വസ്റ്റൻസിനെ വളരെ പെട്ടെന്ന് 10 സെക്കൻഡ്സിൽ എടുക്കുക, 5 സെക്കൻഡ്സിൽ എടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഏരിയാസ്. ആ ഒരു ഏരിയാസ് ഒക്കെ തന്നെ മനസ്സിലാക്കുക, ഷോർട്ട് കട്ട്സ് ഒക്കെ മനസ്സിലാക്കുക. ആൻഡ് അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം പ്രീവിയസ് ക്വസ്റ്റൻസ് തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നതാണ്. ആ പ്രീവിയസ് ക്വസ്റ്റനിൽ എത്രത്തോളം ക്വസ്റ്റൻസ് അങ്ങനെയൊക്കെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മുൻ വർഷത്തെ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഫാക്കൽറ്റീസ് നിങ്ങളെ ഷോർട്ട് ട്രിക്ക് മെത്തേഡ്സ് പഠിപ്പിക്കുന്നത്. ഷോർട്ട് ട്രിക്ക് എനിക്കൊന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവർക്കും ട്രഡീഷണൽ മെത്തേഡ് അറിയാം, പക്ഷേ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണ് ഏറ്റവും ഫാസ്റ്റിൽ ഹൈ ആക്യുറസിയിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. മിക്കവാറും വരും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്കൂളും കോളേജിലും ഉള്ളവരായിരിക്കും ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ സ്കൂളും കോളേജിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. 3 മണിക്കൂർ എക്സാം നമുക്ക് ചിലപ്പം 20 ദിവസം കാണത്തുള്ളൂ, പക്ഷേ 3 മണിക്കൂർ കൊണ്ടായിരിക്കും എഴുതേണ്ടത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് 100 ദിവസം ഉണ്ട്, പക്ഷേ അത് 1 മണിക്കൂർ കൊണ്ട് എഴുതേണ്ടത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ ഷോർട്ട് കട്ട് ഇല്ല നമുക്ക് പറ്റത്തില്ല. എന്നോട് ഒരു ക്വസ്റ്റിനെ നമുക്ക് ലെസ് ദാൻ എ മിനിറ്റ് നിന്നോട് ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അറ്റ് ദ സെയിം ടൈം ഷോർട്ട് കട്ട്സ് എന്താണ് നമ്മുടെ XY ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഹാർഡ്ലി ഒരു 1 സെക്കൻഡ് അത്രയും അല്ലെങ്കിൽ വിത്തിൻ 1.5 സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ പെട്ടെന്ന് ചെയ്ത് മുന്നേറുക. മാത്രമല്ല സാറ് പറഞ്ഞ ഈ വെയിറ്റേജിൻ്റെ കാര്യം, അതായത് ഇപ്പം ഓരോ സിലബസ് എടുക്കുകയാണെങ്കിൽ ആ സിലബസിലെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏകദേശം നമ്മൾ പറയുമല്ലോ 2 to 5 മാർക്സ് വെയിറ്റേജിൽ ചോദ്യം ചോദിക്കും. അതാണ് വെയിറ്റേജ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഒരു രീതിക്ക് ഫാക്കൽറ്റീസ് നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകും. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സും ഈ 3 ദിവസം ഉണ്ടാവും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കൂടാതെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് വിത്ത് എക്സ്പേർട്സ് ആണ്. നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഉൾപ്പെടെ മെൻറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് വാട്സപ്പ് ത്രൂ ഈ 3 ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് ഒരു റൈറ്റ് ട്രാക്കിൽ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സർ പിന്നെന്താണ് വരുന്നത്? വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പെട്ടെന്ന് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ്, ഒരു ചെറിയ പ്രാക്ടീസ് ഹാക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളതും ചെറിയ പ്രാക്ടീസ് പോലെ ലൈക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ഈ ഒരു എക്സാമിൽ. അതൊക്കെ ലൈക്ക് നമുക്ക് എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആയിട്ട് എങ്ങനെ അത് വളരെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളതും ഒക്കെ ഉള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വർക്ക്ഔട്ട് നിങ്ങൾക്ക് തന്നെ ഇരുന്ന വർക്ക്ഔട്ട് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണെന്ന് തോന്നുന്നു അല്ലേ സർ? യെസ്, ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പാണ് ഇത്. കംപ്ലീറ്റ്ലി എന്താ പറയുക നിങ്ങൾക്ക് പ്രാക്ടീസും കൂടെ ചെയ്യാം, നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. വർക്ക്ഔട്ട് സെഷൻസും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക അടിപൊളിയായിട്ട് ഈ സെഷൻ്റെ കൂടെ കിട്ടുന്നതാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇതൊരു മോട്ടിവേഷൻ സെഷനും കൂടാണ്. മോട്ടിവേറ്റീവ് സെഷൻസും അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ സാർ നമ്മുടെ സർപ്രൈസ് ആൻഡ് ഈ ഒരു 3 ദിവസം ഈ ഒരു 3 days മൊത്തം ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രം ഒരു സർപ്രൈസും ഉണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ വർക്ക്ഷോപ്പിൽ മാത്രമേ റിലീവ് ചെയ്യത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ റിലീവ് ചെയ്യത്തില്ല. അത് അങ്ങനെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സെഷൻ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു 3 days നിങ്ങൾ ആ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഗെയിൻ ചെയ്യാവുന്നതിൻ്റെ എക്സ്ട്രീം നോളേജ് നിങ്ങൾ ഗെയിൻ ചെയ്യുക. ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിനൊക്കെ നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും. യെസ്, ഈ ഒരു വർക്ക്ഷോപ്പ് മാക്സിമം
അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ എൻട്രിയിൽ ഒരു ടീം തന്നെ ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളും എന്ത് ചെയ്യുക, അതോടൊപ്പം തന്നെ ചേർന്ന് പഠിച്ച് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ഈ ഒരു വർക്ക്ഷോപ്പ് ത്രൂ ഗെയിൻ ചെയ്യുക. ഈ വർക്ക്ഷോപ്പിലേക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് ഒരുപാട് കാൻഡിഡേറ്റ്സിന് ഡൗട്ട് ഉണ്ടായിരിക്കും. ഒന്നുമില്ല, ഡിസ്ക്രിപ്ഷനിൽ വർക്ക്ഷോപ്പിൻ്റെ ഫോം ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. നമ്മളിവിടെ നിങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ച് വർക്ക്ഷോപ്പിലേക്ക് ആഡ് ചെയ്യിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. സോ നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി.